ആ ഷാബാസ് എങ്കിൻ്റെ പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ നീ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാസേ എന്തേ പൊരുത്തപ്പെട്ടാട്ടോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഷഹബാസിനെ ഇല്ലാതാക്കിയ തമ്മാടികളുടെ വോയിസ്. ഇൻസ്റ്റഗ്രാമിൽ ഓല് ആഘോഷിക്കാണ്. എന്ത് പറഞ്ഞിട്ട്, എടാ ഞമ്മക്കൊരാൾ തച്ച് വന്നു കഴിഞ്ഞാൽ പോലും ഞമ്മക്കവിടെ പ്രശ്നമല്ല, ഞമ്മക്ക് ഈ നിയമം നമ്മളെ ഒന്നും ചെയ്യൂല, ഇവിടുത്തെ പൊട്ട നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിനെ കളിയാക്കിക്കൊണ്ട് അവർ ഇൻസ്റ്റയിലിട്ടിട്ട് എന്താക്കുകയാണ്, ഗ്രൂപ്പിലിട്ടിട്ട് ചർച്ച ചെയ്യുക. നമുക്കൊരാളെ തട്ടാം, അല്ലെങ്കിൽ നമുക്കിവിടെ ആരും കൊല്ലാം, കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് ഉണ്ടാവില്ല, അഥവാ കേസ് ഉണ്ടായാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഊരിപ്പോരാലോ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യമാണ്. എങ്ങനെ ഇവരിത് പഠിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് ഇത് എങ്ങനെ മനസ്സിലായി? തന്തമാർ പറഞ്ഞു കൊടുത്തിട്ടല്ലേ? ഒരാളെ തന്ത പോലീസുകാരൻ, ഒരാളെ തന്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഒരാളെ തന്ത പാർട്ടിയിൽ. അവർക്കറിയാം നമ്മൾ എന്ത് തമ്മാടിത്തരം ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ പ്രശ്നമല്ല, നമ്മൾ ഒരാളിവിടെ തൊടാൻ വരുന്നില്ല, നമ്മളിവിടെ ആരും തൊടൂല എന്നുള്ള അഹങ്കാരം വെച്ചിട്ടല്ല അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യണത്. ഇങ്ങനത്തെ അഹങ്കാരമുള്ള ടീംസിനെ, കൊലയാളികളെയാണ് ഇന്ന് പോലീസിൻ്റെ അകമ്പടിയോടെ എക്സാം എഴുതാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എക്സാം ഹാളിൽ ഒരാൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തേക്ക് എക്സാം ഒന്നും എഴുതാൻ പാടില്ല. ഈ നിയമമുള്ള ഈ നാട്ടിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എക്സാം എഴുതാം. അത് മനസ്സിലാക്കണം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല, നമുക്ക് എക്സാം എഴുതാം. പക്ഷെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ഇപ്പുറത്തോൻ്റെ നോക്കി എഴുതാനോ അങ്ങനെ പറ്റൂല. അത് നിയമത്തിന് വിരുദ്ധമാണ്. പക്ഷെ കൊല്ലാം, നമ്മുടെ നാടിന് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോലീസിൻ്റെ അകമ്പടിയോടെ എസ്കോട്ടൊക്കെ നിന്ന്, പോലീസുകാർ 2 എസ്കോട്ടൊക്കെ നിന്നിട്ട്, ഇനി വേണമെങ്കിൽ പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരും ആൻസർ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു നിയമമാണല്ലോ നമ്മളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ ഒരു കാലമായില്ലേ? ചില ആൾക്കാർ ഇപ്പോഴത്തെ പിള്ളേർ കളിയാക്കും, എന്ത് ഇവരൊക്കെ തന്ത വൈബാണെന്ന്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തന്ത വൈബ് തന്നെ ഇതിലേറെ നല്ലത്. ആ ഒരു കാലമായിരുന്നു നല്ല കാലം. ഇങ്ങനത്തെ പോലെ കൊലപാതകങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അടി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ അവർ തീരുമാനമാക്കും. അന്ന് തന്നെ അവർ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ട് അവർ പിറ്റേ ദിവസം വരുന്ന എങ്ങനെ തോളിൽ കൈയിട്ടിട്ടാണ്. അതാണ് സ്കൂളിലും കോളേജിലൊക്കെ അടി ഉണ്ടാകുമ്പോൾ വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ 2K കിഡീസ് അങ്ങനല്ല പറയാ, 2K ഇവർ ചെയ്യണെന്താ, ഒരു ചെറിയൊരു പ്രശ്നം ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരികയാണ് ബാഗിൽ കത്തി, തോക്ക്, അവനെ ഇടിച്ച് പഞ്ചറാക്കണം എന്നുള്ള മൈൻഡ് വെച്ചിട്ട് ക്ലാസ്സിലോട്ട് വരികയാണ്. എന്താല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഇവന്മാരെ എക്സാം എഴുതിക്കാൻ പാടില്ല. എക്സാം എഴുതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഇതിന് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ വരണം. എന്തുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ വരുന്നില്ല, രംഗത്തോട്ട് വരുന്നില്ല? ചില പാർട്ടിക്കാർ നമ്മൾ പറയുന്നില്ല, ഇനി പിന്നെ അത് വേറെ വിഷയത്തിലോട്ട് പോകും. പാർട്ടി ബേസ് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേറെ വിഷയത്തിലോട്ട് പോകും. പിന്നെ മതമായി, ജാതിയായി അങ്ങനെ പോകും അത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം വരും. നിങ്ങൾ ഇവരെ വോയിസ് ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേ ഇരുന്നിട്ട്. എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാണ്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈ വെട്ടണം, കാല് വെട്ടണം, അതൊക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ആ കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം. ഈ കേരളം, ഈ ടീച്ചർ പറഞ്ഞ കാര്യം എത്ര സത്യമാണെന്നോ ആലോചിച്ച് നോക്ക്. ഈ കേരളം ഒരു ഭ്രാന്താലയമായിട്ടുണ്ട്. ഒരു ടീച്ചറാണ് പറഞ്ഞത്, കുട്ടികളെ പഠിപ്പിച്ച ഒരു സ്കൂളിൽ, ഒരു അധ്യാപിക ഒരു സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ഈ പറയുന്നത്. ഭ്രാന്താലയമായി കേരളം. കാരണം എന്താ? ജാതി, മതം, അങ്ങനെ ഒരു വേർതിരിവ്, ഒരു സൈഡിൽ കത്തി, കുത്ത്, കൊല എന്നുള്ള സംഭവം. ഭ്രാന്താലയം തന്നെയാണ്. ഇനി നമ്മളെ പഴയൊരു കാലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമ്മൾ ആരെ കുറ്റം പറയും? പേരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത ചില മര്യാദകളുണ്ട്, അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാത്തില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊലയാളികൾ എന്ന് പറയുന്ന ഉന്നാര മക്കളുണ്ടല്ലോ, അതിൽ ഒരാളെ തന്ത പോലീസുകാരനാണ്.